ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതിലുപരി 5 മിനിറ്റ് ഒക്കെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ നോക്കാം. ആദ്യം തന്നെ ഫ്ലെയിം ഓൺ ആക്കി ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് 2 കപ്പ് അവലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ചെമ്പാവലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളുത്ത കളർ അവൽ വേണമെങ്കിൽ എടുക്കാം. എന്നിട്ട് ഇത് 2 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇതായിപ്പോൾ ഇത് 2 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലതുപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിത് ഒരെണ്ണം എടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ നല്ലതുപോലെ ഇങ്ങനെ പൊടിഞ്ഞു വരണം. ഇത്ര വരെയാണ് അളവ് കേട്ടോ. ഇത്ര വരെയാണ് നമ്മൾ ചൂടാക്കേണ്ടത്. അപ്പം ഈ അവൽ നമുക്ക് ചൂട് മാറുമ്പോഴത്തേക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പം ഞാനിപ്പം എന്തായാലും അതും വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. എന്നിട്ട് ഇതേ പാനിൽ തന്നെ 1/2 കപ്പ് തേങ്ങ ചിരകിയതൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. ഈ തേങ്ങ നല്ലതുപോലെ ചൂടാവണം കേട്ടോ. നല്ലതുപോലെ ചൂടായി ഇതിൻ്റെ വെള്ളമയൊക്കെ പോയാൽ മാത്രമേ 1-2 ആഴ്ച നമ്മളുടെ ഈ ലഡു കേടാകാതിരിക്കുകയുള്ളൂ. നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. എന്നിട്ട് നേരത്തെ നമ്മൾ ചൂടാക്കി വെച്ചിരുന്ന അവൽ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് ഇതിലേക്ക് 1 കപ്പ് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ശർക്കരപ്പൊടി ഉണ്ടായത് ഞാനത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ശർക്കര ഇങ്ങനെ ചീക്കി എടുക്കുമല്ലോ, അങ്ങനെ 1 കപ്പ് ഇട്ട് കൊടുത്താൽ മതിയാകും. പിന്നെ ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അഴുക്കില്ലാതെ നല്ല ശർക്കര നോക്കി എടുക്കാൻ നോക്കുക. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് ഫ്ലെയിം ഓൺ ആക്കി സെയിം പാൻ തന്നെയാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 3.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് ഒന്ന് മെൽറ്റായി വന്നപ്പോൾ ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ടിട്ട്, കാഷ്യൂനട്ടൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. എന്നിട്ട് ഇത് കുറച്ചൊന്ന് കളർ വരുമ്പോഴത്തേക്ക് കുറച്ച് കിസ്മിസും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചൂടോടുകൂടി തന്നെ ഈ നെയ്യുമായിട്ട് ഇങ്ങനെ അങ്ങ് മറ്റേ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അവലും തേങ്ങയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ലേ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഈ നല്ല ചൂടോടുകൂടിയാണല്ലോ നെയ്യ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഈ നെയ്യുടെ ഒരു ചൂടുണ്ട്, അതുകൊണ്ട് തന്നെ തവി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കൈവച്ച് നന്നായിട്ട് കുഴച്ചിട്ട് ഉരുട്ടിയെടുക്കാം. ഇനി അഥവാ നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ ഈ ഷേപ്പിൽ ഇങ്ങനെ ഉരുട്ടി വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി കുഴച്ചിട്ട് ഉരുട്ടിയെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് പാലൊന്ന് തിളപ്പിച്ചതിന് ശേഷം 1-2 ചെറിയ സ്പൂൺ ഒഴിച്ച് കുഴച്ചിട്ട് ഉരുട്ടിയെടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്തെന്ന് വെച്ചാൽ ചെയ്താൽ മതി. എനിക്ക് എന്തായാലും എക്സ്ട്രാ നെയ്യോ പാലോ ഒന്നും ഒഴിക്കേണ്ടി വന്നിട്ടില്ല. കറക്റ്റായിട്ട് എന്ന അളവിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. മൊത്തം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു അളവിൽ എനിക്ക് 14 ലഡുവാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡുവാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ, വലിയ പണിയൊന്നുമില്ല. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് തന്നെ ഞാൻ അടിപൊളി ഈസി റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. ഗുഡ് ബൈ.